ഒരു അറാബിയായ ആർക്കും വേണ്ടാത്ത ഒരു അപരിഷ്കൃതനായ ഒരു മനുഷ്യനിങ്ങനെ നടക്കുന്നുണ്ട്. ഉടനെ ഇബ്നു ഉമർ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ അറാബിയുടെ തലയിലേക്ക് തൻ്റെ തലപ്പാവ് വെച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ കഴുതപ്പുറത്തേക്ക് കയറ്റുകയും ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിക്കുക, എന്താ ഇബ്നു ഉമറെ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ ഇബ്നു ഉമറിന്റെ മറുപടി, ഇതെന്റെ പിതാവിന്റെ സ്നേഹിതനാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനാ. പിതാവിന്റെ കൂട്ടുകാരെ പോലും സ്നേഹിക്കുന്ന മുൻഗാമികൾ. അവിടെയൊക്കെയാണ് അവരുടെ സ്നേഹം, കുടുംബ ബന്ധങ്ങളോടുള്ള അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളും സ്നേഹങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയെ ചുമലുകളിൽ ഏറ്റിയിട്ട് കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ എന്താ ഇബ്നു ഉമറിലേക്ക് നോക്കിയിട്ട് ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്നത് വലിയ പ്രവർത്തനമല്ലേ, ഞാൻ ചെയ്യുന്നത് വലിയ നന്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിന്റെ ഉമ്മയുടെ ഒരു പുഞ്ചിരിക്ക് പോലും അത് തുല്യമായിട്ടില്ല. ഉമ്മ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുവോ അതിന് പോലും പകരമായിട്ടില്ല. ഉമ്മയെ നീ നിന്റെ ചുമലിൽ വെച്ചുകൊണ്ട് കഅബ മുഴുവനും തവാഫ് ചെയ്യുമ്പോൾ അപ്പോൾ എത്രയോ പ്രാധാന്യമുണ്ട് മക്കൾക്ക് ഉമ്മയോട്, ഉപ്പയോട്. അത് അവരോട് നൽകേണ്ട ബാധ്യതയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ ഉപ്പയും ഉമ്മയോടൊക്കെ ഒന്ന് ചോദിച്ച് അവരോടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിരിക്കില്ല അവർ പറയുക, എന്നാലും അവരെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറി കുടുംബ ബന്ധങ്ങൾ തകരാതെ നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പോലും ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ ഭാര്യയോട് നമുക്കുള്ള കടമകളുണ്ട്, അത് നമ്മൾ മുറിക്കപ്പെടാനൊക്കെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിടത്ത് അബൂദറിന് ഇത്ര ഗൗരവത്തോടു കൂടി ഉപദേശം നൽകാനുള്ള കാരണം എന്താ? കാലഘട്ടങ്ങൾക്ക് ശേഷം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തീരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ ഭാര്യയോട് അവരോടുള്ള പ്രാധാന്യം, സ്നേഹം എന്നത് അത് വലിയ പ്രത്യേകത തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖു സൗജതി അഹദിന അലൈഹി, എനിക്കെൻ്റെ ഭാര്യയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അൻ തുതിമഹാ ഇദാ തുഇംത, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കുക. വതക്സുഹാ ഇദാ തസൈത്, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കുക. വലാ തദ്രിബിൽ വജ്ഹ വലാ തുകബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, ഇനി അവളോടൊന്ന് പിണങ്ങുകയാണെങ്കിൽ പോലും വീട്ടിൽ വെച്ചുകൊണ്ടല്ലാതെ നീ പിണങ്ങരുത്, നാട്ടുകാർക്കിടയിലിട്ടുകൊണ്ട് അവളെ നീ മോശമാക്കല്ലേ. അപ്പം അത്രത്തോളം ബാധ്യതകൾ ഭാര്യയോടുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ അതാണ് ഏറ്റവും വലിയ ബാധ്യതകൾ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര ഗൗരവത്തോടു കൂടി നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഇപ്പൊ പ്രവാചകന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് സഹാബിവര്യന്മാർ പല രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ പ്രവാചകന്റെ സവിധത്തിൽ വന്നുകൊണ്ട് അവർ പറയുകയാണ്, കിസ്രയുടെ രാജാക്കന്മാർ അല്ലെങ്കിൽ കിസ്ര രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവിടെ അനുയായികൾ സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു. കൈസറിന്റെയും അതുപോലെ നേഗസ് രാജാവിന്റെയും റുസ്തമിന്റെയും ഹെറുക്കലിന്റെയും ഒക്കെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് അവരുടെ അനുയായികൾ അവരുടെ മുമ്പിൽ എത്തുമ്പോൾ അവർ സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായ കാരുണ്യത്തിന്റെ പ്രവാചകരെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആരോടെങ്കിലും ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാനായിരുന്നു ഞാൻ കൽപ്പിച്ചിരുന്നത് എന്നതാണ്. അത്രക്ക് ബാധ്യത എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനോട്. എന്ത് പറഞ്ഞോ ഉടനെ ഭാര്യയ്ക്ക് അനുസരിക്കാൻ കഴിയണം. അത് കിടക്കപ്പായിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചാൽ അവിടെ വരുന്ന വിഷയത്തിലാണെങ്കിൽ പോലും, ഇനി വരാതൊരു ഭാര്യ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നാൽ നേരം പുലരുവോളം മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ റസൂൽ വീണ്ടും വിശദീകരിക്കുകയാണ്, ലാ യസ്ലുഹു ലിബശരി യസ്ജുദു ലിബശർ, ഒരു മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനിയോ വലൗ സലുഹു ലിബശരി യസ്ജുദു ലിബശരി ലഅമർതുൽ മർഅതു അൻ തസ്ജുദ ലിസൗജിഹാ മിൻ ഇദമി ഹഖ്ഖിഹി അലൈഹാ, അതായത് ആരോടെങ്കിലും ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനായിരുന്നു ഞാൻ കൽപ്പിച്ചിരുന്നത്. എന്നിട്ട് റസൂൽ വീണ്ടും വിശദീകരിക്കുകയാണ്, വല്ലദീ നഫ്സീ ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ കാന മിൻ ഖദമി ഇലാ മഫ്രികി റഅസി ഖുർഹാ തൻബിഹിസു ബിൽ കൈഹി വസ്സദീദി സുമ്മസ്തഖബൽതു ഫലഹസ്തുമാ അദ്ദദ ഹഖാ, അതായത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് മുറിവുകൾ വന്നുകൊണ്ട് ശരീരത്തിൽ മുഴുവനും ഏതെങ്കിലും രീതിയിലുള്ള മാറാവ്യാധികൾ വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തവും അതുപോലെ ചലവും ദുർഗന്ധങ്ങളും എല്ലാതും ഒലിക്കുന്നുണ്ട്. അത്രയും വികൃതമായ മോശമായ ദുർഗന്ധമുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ കാഴ്ചകളും
തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലുണ്ട്, അത് മുഴുവനും തൻ്റെ ഭാര്യ തൻ്റെ നാവ് കൊണ്ട് നക്കിയിട്ട് മുഴുവനും എടുത്താൽ പോലും തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിച്ചവളായി അവൾ തീരില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ചല മുഴുവനും വരുന്നു, അത് മുഴുവനും പൊട്ടിയൊലിക്കുന്നു, എങ്കിൽ പോലും ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെത് മുഴുവനും തൻ്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ പോലും